सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान शुरू हो रहा है सोमवार 5 जनवरी से हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ശിവ, നിങ്ങളുടെ എല്ലാവരുടെയും ചെവിയിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും പരസ്പരം സംസാരിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സയന്റിസ്റ്റ് സർ. ശിവ, അതെ രവ. പക്ഷേ ഇപ്പൊ നമ്മൾ അവരെവിടെയാണെന്ന് അന്വേഷിക്കണം. പക്ഷെ അവരിവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടും. അതായത് ഫുഡ് പ്രിന്റ്സ്, ടയർ പ്രിന്റ്സ്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ. അതെ, നീ മറക്കല്ലേ ഏട്ടാ. ഇല്ല യൂടി, ഞാൻ മറക്കില്ല, നീ ഓർമ്മിച്ചാ മതി. ഈ ലഡ്ഡു സിംഗിന്റെ കൺവെട്ടത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്തിനാ എന്നെങ്ങനെ പേടിപ്പിക്കുന്നത്? വലിയ ആളെ പോലെ ആയി, എന്നിട്ടും കുട്ടികളെ പോലെ പേടിക്കുക. എന്തൊരു പേടിത്തോട് സാറേ ഇത്. അതെന്താ ഒരു ശബ്ദം? യൂടി, അത് കണ്ടില്ലേ? അവിടെ എന്തോന്ന് തിളങ്ങുന്നു. അല്ല, ഇതൊരു ചോക്ലേറ്റ് ആണല്ലോ. ചോക്ലേറ്റോ? എനിക്ക് വിശക്കുന്നു. ഷോ, ചോക്ലേറ്റിന്റെ റാപ്പറാ, പക്ഷെ ചോക്ലേറ്റ് ഇല്ല ഇതിനകത്ത്. ചോക്ലേറ്റ് റാപ്പർ ഇവിടെയോ? അത് യുഡി രവ, ലഡു സിംഗ് സർ. ദാ അവിടെ നോക്കൂ, ഇനിയും ഒരുപാട് ചോക്ലേറ്റ് റാപ്പേഴ്സ് ഉണ്ട്. ദാ അവിടെ നോക്കൂ, അവിടെ ഫുഡ് പ്രിന്റ്സും കാണുന്നുണ്ട്. കുറച്ചു ദൂരം കഴിഞ്ഞ് അത് കാണാതെയും പോയി. എന്നുവെച്ചാ അവരിവിടേക്ക് വന്നിട്ടുണ്ട്. യെസ്, വരൂ, അവിടെ പോയി നോക്കാം. സയന്റിസ്റ്റ് സർ, ഞങ്ങൾ മാൻ മാൻഡോസെ അന്വേഷിച്ചു പോവാണ്. വെരി ഗുഡ് ശിവ, വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ, ഞാൻ അവരെ നോക്കിക്കോളാം. അവരവിടെ ഉണ്ട്. അങ്ങോട്ടേക്കാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോയി അവരെ പിടിക്കുക. ഇവരെന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമ്മളെ പുറകെ തന്നെ വരുന്നുണ്ട്. എല്ലാരും തിരിഞ്ഞു നോക്ക്.
പിടിച്ചു വെച്ചിരിക്കുക. മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നു. അതെ ശിവ, അവന്മാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ബോസേ, ഈ കുട്ടിയാണ് ഫൈറ്റ് ചെയ്ത് ആ സയന്റിസ്റ്റിനെ നമ്മുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയത്. അങ്ങനെയാണല്ലേ കാര്യങ്ങള്. അപ്പോ അത് നീയായിരുന്നു അല്ലേ? നീയാണവിടെ ആ കുട്ടി. നീയാണല്ലേ എന്റെ ആളുകളെ തല്ലിയത്. നിന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നൈസ് മീറ്റിംഗ് യു. ഇഡ്ലി, ദോശ, മീൻ കറി. അവിടെ മാറി നിന്നോളാം. മഹാരാജ കസാക്ക വരുന്നുണ്ട്. എല്ലാവരും വേഗം തലകുനിച്ച് നിൽക്കുവിൻ. മഹാരാജാവ് കസാക്ക വരുന്നുണ്ട്. മഹാരാജ കസാക്ക വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ലോകത്തുള്ളവരല്ല. ഇവിടെ പുറത്തുള്ളവർക്ക് വരാൻ അനുവാദമില്ല. അതുകൊണ്ട് നിങ്ങളെ ഇവിടെ നിർത്താൻ എനിക്ക് സമ്മതമില്ല. വേഗം വെള്ളം ചൂടാക്കണ. വെള്ളം തിളച്ചോണ്ടിരിക്കുകയാണ് മഹാരാജാവേ. എന്തിനാ ഇവര് വെള്ളം തിളപ്പിക്കുന്നത്? വെള്ളം തിളച്ചില്ലെങ്കിലേ മര്യാദക്ക് വേവില്ലല്ലോ, അതുകൊണ്ടാ. ഇല്ല, ഞങ്ങളെ പിടിച്ച അടുപ്പിനകത്ത് ഇടല്ലേ പ്ലീസ്. അതെ, ഞങ്ങള് ഇപ്പൊ തന്നെ തിരിച്ചു പോയിക്കോളാം. അതെ, എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ നോക്ക. വേണ്ട, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യരുത്. വേണ്ട 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 വേണ്ട. അതെ, ഞങ്ങളെ ചൂടുവെള്ളത്തിനകത്ത് ഇടല്ലേ. കഷ്ണമായിട്ട് ഞങ്ങളെ നുറുക്കരുത്. ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം പ്ലീസ്. ആദ്യ തോല് മുഴുവൻ പറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട്. വേണ്ട വേണ്ട മഹാരാജാവേ, തോലുരിക്കൊന്നും വേണ്ട. അതിന് നീ എന്തിനാ കരയുന്നേ? സമയങ്ങളെ തൊലിയുരിക്കാൻ നോക്ക്. അതെ രാജാവേ, അങ്ങനൊന്നും പറയല്ലേ. ഞങ്ങളെ തിന്നല്ലേ. നിങ്ങളെന്താ പറയുന്നേ? ഞാനെന്തിനാ നിങ്ങളെ പിടിച്ച് തിന്നുന്നേ? ഞങ്ങള് പച്ചക്കറികൾ മാത്രമേ കഴിക്കാറുള്ളൂ. എന്ത്, നിങ്ങളെല്ലാവരും വെജിറ്റേറിയൻ ആണെന്നോ? എല്ലാം പിടിച്ചിട. എന്ത്, വീണ്ടും ഞങ്ങൾ എന്തിനാ ഇടാൻ പറയുന്ന? വേറെ ഒന്നുമില്ലെന്നേ. അവിടെ കുറെ മീൻ ഇരിക്കുന്നില്ലേ, അതിനെയാണ് ഇടാൻ പറഞ്ഞത്. സവാളയുടെ തൊലി ഉരിച്ചിട്ട് വേണ്ട ഇടാൻ. പിന്നെ കഷ്ണങ്ങൾ ചെറുതായിട്ട് മുറിച്ചിടണ്ടേ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് വേഗില്ലെന്നേ. അല്ല, മത്സ്യം എപ്പോഴായി വെജിറ്റേറിയൻ ആയത്? ഞങ്ങൾക്ക് അങ്ങനെയാണെന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതില്? ഇല്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നേ. എന്നാ ശരി, അടുത്തതായി നിങ്ങളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നേ. മഹാരാജാവേ, ഇവരിവിടെ പൊട്ടിത്തെറിക്കുന്ന കല്ലായ പ്ലൂണറ്റോറിയം കല്ല് കൊണ്ടുപോകാൻ വന്നിരിക്കുക. ഇവരത്ര നല്ല ആൾക്കാരൊന്നും അല്ല, അതുകൊണ്ടാ ഇവരെ പിടിക്കാൻ വേണ്ടി വന്നത്. ഇല്ല മഹാരാജാവേ, ഇവ നുണ പറയുവാണ്. ആ പ്ലൂണറ്റോറിയം കല്ല് കൊണ്ടുപോകാൻ വന്നത് ഇവരാണ്. ഇവരെ പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. എടാ കുട്ടി, വെറുതെ നുണ പറയരുത്. ഡോണ്ട് ടെൽ ലൈസ്. കുട്ടിന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. പോലെ ഇരുന്നിട്ട് അവരൊരു നാവ് കണ്ടില്ല. ആ കല്ല് മോഷ്ടിച്ചത് നിങ്ങളാണ്. അല്ല, നീയാ. അത് കക്കാനൊന്നുമല്ല ഞാൻ വന്നത്. എന്റെ സ്ഥലത്ത് വന്ന് എന്റെ മുമ്പിൽ വെച്ച് എന്നെ വഴക്കിടാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ട്? നിങ്ങളോടാ പറഞ്ഞേ മിണ്ടാതിരിക്കാൻ. യുവരാജാവ് റോമി എഴുന്നള്ളുന്നുണ്ട്. യുവരാജാവ് റോമി വന്നു കഴിഞ്ഞു. വരൂ യുവരാജാവേ. ഇവരെല്ലാരും അനുവാദമില്ലാതെ നമ്മുടെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവരെന്താ ചെയ്യണ്ടേ? എന്താ പറഞ്ഞ? അവൻ എന്താ പറഞ്ഞ? യുവരാജാവ് പറഞ്ഞതെന്താന്ന് വെച്ചാ, ഇവന്റെ പിറന്നാളിന്റെ അന്ന് നിങ്ങളെല്ലാരും തമ്മിൽ ഒരു മത്സരം നടക്കും. അത് മീൻ പിടിക്കുന്ന മത്സരമാണ്. മത്സ്യം പിടിക്കാൻ മത്സരം?
അല്ല എന്താ ഇത് നെറ്റ് ഡിസ്കണക്ട് ആയല്ലോ ഇതെങ്ങനെ സംഭവിച്ച പോയി നോക്കിയേ മതിയാകൂ അല്ല ഈ പ്ലഗ് എങ്ങനെ അഴിഞ്ഞു വന്നത് അല്ല ഇവിടെ എന്തായി സംഭവിക്കുന്നേ ആദ്യം ആരാ അടിമേടിക്കാൻ പോകുന്നത് ബോസാണ് ഞങ്ങളോട് വയറ് കെട്ടിയാൻ വേണ്ടി ഓർഡർ തന്നത് അതുകൊണ്ടാ കട്ട് ചെയ്ത് ഞങ്ങളെ വിട്ടേക്ക് പട ഓടിപ്പോം ഇല്ലെങ്കിൽ ഇവൻ അടിച്ചതിനെ നമ്മളെ കൊല്ലും ശിവ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആ കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്താ സംഭവിച്ചത് മാഡ് മാൻഡോസയുടെ ആളുകൾ എന്റെ ലാബിലേക്ക് വന്നു അവന്മാര് നിന്റെ പ്ലഗ് ഡിസ്കണക്ട് ചെയ്തു അതുകൊണ്ടാണ് നിനക്ക് മയക്കം സംഭവിച്ചത് പക്ഷേ ഞാൻ അവരെ ഇവിടുന്ന് ഓടിച്ചു ഒരു കുഴപ്പമില്ല നിങ്ങൾ അത് എന്റെ മുത്തശ്ശനെ ലാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ അവർ വീണ്ടും തിരികെ വരികയാണെങ്കിൽ അവരെ ഓടിക്കാൻ അദ്ദേഹം സഹായിക്കും ശരി ഞാൻ അവരെ വിളിച്ചോളാം കൂട്ടുകാരെ ഞാൻ ആ മാഡ് മാൻഡോസിനെ ഫോളോ ചെയ്ത് അവരെ തടയാൻ പോവാ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ എന്നെ ഫോളോ ചെയ്യൂ മഹാരാജാവേ പ്രിൻസ് നിങ്ങളും ഞങ്ങളെ സഹായിക്കൂ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഒരു കുഴപ്പവും ഇല്ല ശിവ ഞങ്ങളുണ്ട് നിനക്ക് തുണയായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായമൊക്കെ ഞങ്ങൾ ചെയ്തു തരും എവിടെയാണ് ആ പ്ലൂരറ്റോറിയം ബൗണ്ടേ പറയേ എത്താറായി ഇനി കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ മതി അല്ല ബോസേ ഇത് തന്നെയാണ് ആ മൗണ്ടൻ യെസ് യെസ് നമ്മൾ പ്ലൂരറ്റോറിയം ബൗണ്ടേ കണ്ടുപിടിച്ചു കഴിഞ്ഞു കിട്ടി നമ്മളെ കണ്ടെത്തി കിട്ടി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ലേ ഇനി എനിക്ക് പോവാമോ ആ ശരി ശരി നീ വേണമെങ്കിൽ പോയിക്കോ ഒന്ന് ഇവിടുന്ന് പോയി തരാമോ വളരെ നന്ദി അയ്യോ ഭാഗ്യം ഞാൻ രക്ഷപ്പെട്ട് അയ്യോ ഞാൻ രക്ഷപ്പെട്ടു എന്തൊരു അത്ഭുതം ഇത് എനിക്കിതുണ്ടല്ലോ വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല കൊള്ളാം എല്ലാവരും വേഗം വരൂ നമുക്ക് പ്ലൂരറ്റോറിയം കല്ലെടുക്കാം വേഗം വരൂ അടിയോടി എന്നാ നമുക്ക് പണി തുടങ്ങിയേക്കാം അല്ലേ വേഗം വേഗം നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നത്രയും കല്ലുകള് നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ എടുത്തു വയ്ക്കണം ഇനി ഈ ലോകത്തൊരു ശക്തിക്കും എന്നെ തടയാനാവില്ല കല്ല് കിട്ടി ബോസേ ബോസേ ഇതാ കല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊള്ളാം വെരി ഗുഡ് നിങ്ങൾ ആദ്യം ഈ കല്ലൊന്ന് ചെക്ക് ചെയ്തേക്ക് ഇത് ചിലപ്പോ സാധാരണ കല്ലാണെങ്കിലോ യു ആർ റൈറ്റ് ഗിരിക്കട്ടിലാൽ ചെക്ക് ചെയ്ത് നോക്കാം
ഈ കല്ല് എന്താ പൊട്ടിത്തെറിക്കാത്തത്? ചെന്ന് വേറെ കല്ലെടുത്തോണ്ട് വാ. ബോസേ, ഞാൻ കൊണ്ടുവന്നേക്കണ കല്ല് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഓ, ഇത് പൊട്ടുന്നില്ലല്ലോ. വേറെ ഒരെണ്ണം എടുത്തോണ്ട് വാ. ഈ കല്ല് എങ്ങനെയുണ്ടെന്ന് നോക്കേ. ഓ, ഇതാ കല്ലല്ല. ബോസ്, ഈ കല്ലാണ് നോക്കേ. അല്ല, ഇതുമല്ല. ഇതാണോ? പോടാ. ഓ, നിങ്ങൾക്ക് ആർക്കും ആ കല്ല് ഇതുവരെ എത്തിക്കാനായിട്ടില്ല. കഷ്ടം തന്നെ. വേഗം ചെന്ന് എടുത്തോണ്ട് വാടേ. പോ. ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ചെന്ന് കല്ല് എടുത്തോണ്ട് വാടാ. പോടാ. ബോസ് എപ്പോഴും എന്നെ കുറിച്ച് ഒന്നും ആലോചിക്കാറില്ല. എപ്പ നോക്കിയാലും ചീത്ത പറയും. ഒരു പക്ഷേ ഇതായിരിക്കും ആ കല്ല്. അല്ല അല്ല. ഓ, ഗിരിക്കറ്റില്ലാലേ. ഇല്ല ഇല്ല, ഞാനൊന്നും വലിച്ചെറിഞ്ഞിട്ടില്ല ബോസേ. എന്നെ അടിക്കരുത്. എടാ ഗിരിക്കറ്റില്ലാലേ വണ്ട, നിന്നെ ഞാൻ എന്തിനാണ് അടിക്കുന്നേ? നീ എന്തിനെങ്ങനെ ഒളിച്ചിരിക്കുന്നേ? വാ. വന്നു ബോസേ. ഇപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാ ചോദിക്കേ. നീ ഏത് കല്ല എടുത്തെറിഞ്ഞത്? ഏത് കല്ല്? ചുവന്ന കല്ലല്ലേ? വേഗം ആ കല്ല് എടുത്തോണ്ട് വാ. വേഗം. ഇതാ ബോസേ നിങ്ങള് ചോദിച്ച കല്ല്. ഈ ചുവന്ന കല്ലാണ് പ്ലൂനറ്റോറിയം കല്ല്. വേഗാവട്ടെ, എല്ലാവരും ആ ചുവന്ന കല്ല് ശേഖരിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരൂ. വേഗം. എന്താ ഇവിടെ കൊല്ലുന്നേ? അല്ല ബോസേ, ഭൂകമ്പം വരുന്നത് പോലെ തോന്നുന്നുണ്ടേ. അല്ല, മല എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയാ തോന്നുന്നേ. ഇതേ രാക്ഷസൻ തന്നെയാ. ഇവന്റെ സ്റ്റാച്ചു ആയിരുന്നു ഗ്രാമത്തിലുണ്ടായിരുന്നത്. ഞാൻ ഇവനെ ചെറുതാക്കി കീഴടക്കുന്നതായിരിക്കും. എന്നിട്ട് ഇവനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അതിനുശേഷം എല്ലാവരെക്കാളും പണക്കാര് നമ്മളാവും. നമുക്കൊരു പാഠം പഠിപ്പിച്ച് മതിയാവൂ. എന്റെ തോക്കവിടെ. ബോസേ, ഇപ്പൊ നമുക്ക് ഇവിടെ ഓടുകയാണ് നല്ലത്. ഓടിക്കോടാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ ഓടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് പണക്കാരാകാന് നമുക്ക് കിട്ടിയ ആ കല്ലുകൾ മാത്രം മതിയടേ. അതെടുത്തോണ്ടൊക്കെ വിട്ടാലോ? ടൈഗർ, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കേ. ഒന്ന് പെട്ടെന്ന് റിമോട്ട് ഓൺ ചെയ്യേ. ഹലോ ബോസ്, ഞാൻ റിമോട്ട് മറന്ന് എന്റെ ബാഗിൽ തന്നെ വെച്ചു എന്നാ തോന്നുന്നത്. ഓ ടൈഗറേ, വെറുതെ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരമല്ലിത്. വേഗം റിമോട്ട് ഓൺ ചെയ്യേ. അയ്യോ ബോസേ, ഞാൻ റിമോട്ട് എടുത്തില്ല കേട്ടോ. പാനിപ്പൂരി കഴിച്ചിട്ട് പോയാൽ മതിയോ? ആ സയന്റിസ്റ്റിന്റെ അടുത്ത് അടിയും മേടിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ ഇങ്ങ് വന്നേ ഉള്ളൂ. ഭയങ്കര വിശപ്പ്. പാനിപ്പൂരിയാ കയ്യിൽ കിട്ടിയത്. എന്നാ പിന്നെ അതങ്ങ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഓ എല്ലാം തൊലഞ്ഞു. ഇനി നമ്മുടെ ഗതി അതോ ഗതിയാ. കണ്ടില്ലേ, ശിവ വരെ ഇവിടെ എത്തി. ഇവൻ നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ വിടുവെന്ന് എനിക്ക് തോന്നുന്നില്ല. പാന്തർ പറയുന്ന കേക്ക്, നമ്മുടെ ലാബിലേക്ക് പോകാൻ ഒരുപാട് സമയം എടുക്കും. നമ്മുടെ കയ്യിൽ അത്രയും സമയമില്ലല്ലോ. എവിടുന്നെങ്കിലും എത്രയും വേഗം ആളുകളെ കൂട്ടിക്കോ. നിങ്ങൾ എല്ലാവരും ആ സയന്റിസ്റ്റിനെ എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്യിപ്പിച്ച് ബിസി ആക്കണം. അതിനിടയ്ക്ക് നിങ്ങൾ രണ്ടുപേരും വയറ് കട്ട് ചെയ്ത് അയാളുടെ ലാബ് നശിപ്പിച്ചേക്ക്. എന്നാലേ ഇവിടെ പ്രശ്നമില്ലാണ്ടിരിക്കൂ. ആദ്യം ആ ശിവയുടെ ചേറിന്റെ വയറാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിലും ആ ശിവയുടെ ശല്യം ഇവിടെ ഇല്ലാതിരിക്കുമല്ലോ. ചെല്, വേഗം ചെല്. ഇത് അതേ അസുരൻ തന്നെയാണ്. ഇവന്റെ സ്റ്റാച്ചു ആണ് വില്ലേജിലുള്ളത്. ഇവൻ എങ്ങനെയാ എഴുന്നേറ്റത്? ഹലോ ഹലോ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഹലോ ഹലോ ഹലോ, ഐ ആം യുവർ ഫ്രണ്ട്.
വയറ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പാട്ടൊന്ന് കേൾക്ക്. അല്ല, ഈ സയന്റിസ്റ്റിന്റെ മുഖം എങ്ങനെ മാറിയത്? വന്നാലും ഒരുപാട് രാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പാടിക്കേൾപ്പിക്കാം. നിങ്ങൾ സ്തബ്ധരായി പോകും. ഞങ്ങളൊന്നും ഇവിടെ സംഗീത കച്ചേരി കേൾക്കാൻ വന്നതല്ല. വയറ് കട്ടിയടാ. ആ വയറിലെങ്ങാനും തൊട്ടാ നിന്റെ കഥ കഴിക്കും ഞാൻ. എന്റെ അമ്മോ, ആ സയന്റിസ്റ്റ് പിന്നെയും വന്നല്ലോ. രക്ഷപ്പെട്ടോ, ഓടിക്കോടാ. വരൂ മുത്തശ്ശ, അവരെ ഒരു പാഠം പഠിപ്പിക്കാം. വാടാ, നമ്മുടെ കൂട്ടുകാർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. വാ, നമുക്ക് പോയി സഹായിച്ചിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നതാ നല്ലത്. Watch India's largest kids library only on Jio Hotstar. Download the app now.